ഈ ഇടയായിട്ട് സോഷ്യൽ മീഡിയ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ട്രോളൻ വീഡിയോ ആണ് ആങ്കർ നൈനിഷ. ആ കുട്ടിക്ക് പറ്റിപ്പോയ തെറ്റിന്റെ പേരിൽ അവർ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യുകയും ഒരുപാട് സോഷ്യൽ ബുള്ളിങ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു നിമിഷം ഒരു സാഹചര്യത്തിൽ അതെങ്ങനെ പ്രതികരിക്കണം എന്നറിയാതിരുന്നപ്പോൾ അറിയാതെ വന്നു പോയ ഒരു പാളിച്ചയുടെ പേരിൽ ഇന്നും ആ കുട്ടി സോഷ്യൽ ബുള്ളിങ്ങിങ്ങൾക്ക് കാരണമാവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ പലരും മനസ്സിലാക്കണം, നമ്മൾക്കും അതുപോലെ സിറ്റുവേഷൻസ് വരാം. ഒരിക്കലും ആ കുട്ടി അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. അവൾ മുന്ന എന്ന് പറഞ്ഞ അതിഥിയോട് ചോദിച്ച ചോദ്യത്തിന് അവർ തിരിച്ചു മറുപടി പറഞ്ഞത് സ്ത്രീയെ ആയിരുന്നു. പക്ഷെ ആ ഒരു നിമിഷം അവർക്കത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാനെന്ന് അറിയാതെ ക്യൂട്ട്നെസ് വാരി വിതറി എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ആ ഒരു നിമിഷം അവൾ അറിയാതെ ചിരിച്ചു പോയി എന്നതിന്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾക്ക് ഇരയാക്കേണ്ടി വന്ന ഒരു കുട്ടിയാണ് നൈനിഷ എന്ന് പറയുന്നത്. ഒരു സ്ത്രീയെ കന്നത്തടിക്കുകയും കുളിമുറിയിൽ ഒഴിഞ്ഞു നോക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഞാൻ ഉൾപ്പെടെയുള്ള മറ്റു സ്ത്രീകൾക്ക് ഒരിക്കലും സുഖകരമായ ഒരു കാര്യമല്ല. അത് ക്യൂട്ട്നെസ് അടങ്ങിയ കാര്യവുമല്ല. പക്ഷെ ഒരു നിമിഷം ആ കുട്ടി അതിൽ അറിയാതെ ചിരിച്ചുപോയി. അതിന്റെ പേരിൽ കേൾക്കേണ്ടി വന്ന വിമർശനങ്ങൾ ചില്ലറയൊന്നുമല്ല. ദിവസം തോറും അത് പടർന്നുകൊണ്ടേയിരുന്നു. അറ്റ്ലീസ്റ്റ് അത് എഡിറ്റ് ചെയ്യുന്ന എഡിറ്ററിനെങ്കിലും അവരതിൽ നിന്ന് രക്ഷിക്കാമായിരുന്നു. അതിനു പകരം ആ ഒരു സീൻ കട്ട് ചെയ്ത് റീൽസ് ആക്കിയിട്ട് നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കി നെഗറ്റീവ് റീച്ചസ് ഉണ്ടാക്കിയായിരുന്നു അവർ ചെയ്തത്. അവർക്കെങ്കിലും ഈ കുട്ടിയെ സോഷ്യൽ മീഡിയ ബുള്ളിങ്ങിൽ നിന്ന് ഒഴിവാക്കാമായിരുന്നു. പക്ഷേ അതിനു പകരം ഇന്നത്തെ ട്രെൻഡ് നെഗറ്റീവ് കമൻസുകളും നെഗറ്റീവ് ഇമ്പാക്ട്സുകളും നെഗറ്റീവ് റീച്ചുമാണല്ലോ. അതിന് ഇരയായി നൈനിഷ. എല്ലാ തെറ്റുകളും അറിഞ്ഞുകൊണ്ട് വളരെ സങ്കടത്തോടെ ഇനി ഒരിക്കലും അത് സംഭവിക്കില്ല, ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന വ്യാഖ്യാന ക്ഷമ പറഞ്ഞ് വീഡിയോ ഇട്ടിരുന്നു. എന്നിട്ടും ആ കുട്ടിക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തീർന്നില്ല. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, തെറ്റുകൾ ആർക്കും പറ്റാം. കുട്ടി ക്ഷമ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനിയെങ്കിലും ക്ഷമിക്കുക.